നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വിൻസെന്റിന് ജാമ്യമില്ല. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ എം വിൻസെന്റ് MLAക്ക് ജാമ്യമില്ല. പ്രതി ഉന്നത സ്വാധീനമുള്ള വ്യക്തിയെന്നും ജാമ്യം നൽകുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും പ്രോസിക്യൂഷൻ വാദം ശരിവെച്ച് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി. പരാതിക്കാരിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും വിശദീകരണം. കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങളെ തള്ളി പ്രതിഭാഗം. MLA 900 തവണ വീട്ടമ്മയെ വിളിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതം. വിൻസെന്റിന്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് കോളുകൾ പോയത് 138 തവണ മാത്രം. ഭാര്യയെ ഉൾപ്പെടെ വിളിച്ചതാണിതെന്നും കോടതിയിൽ പ്രതിഭാഗം. അതേസമയം കേസിൽ വിൻസെന്റിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനം. വിശദ പരിശോധന, മുൻകാലങ്ങളിൽ ഫോൺ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചു എന്നതിലും സംഭാഷണങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നതിലും. വിൻസെന്റിനെതിരെ നിഷേധിക്കാനാവാത്ത തെളിവുകൾ ഉണ്ടെന്നും അന്വേഷണ സംഘം. പ്രോസിക്യൂഷന് അംഗീകാരം. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് അംഗീകാരം. കേസിൽ ഇനി മുതൽ അടച്ച കോടതിയിൽ വാദം കേൾക്കുമെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. നടിയുടെ രഹസ്യമൊഴി പ്രതിഭാഗത്തിന് നൽകരുതെന്ന ആവശ്യത്തിനും അംഗീകാരം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും നിർഭയ കേസിലും ഗൗരവമുള്ളതെന്നും പ്രോസിക്യൂഷൻ. കേസിൽ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ ഉടൻ സമീപിക്കില്ലെന്ന് ദിലീപ്. തീരുമാനം അഭിഭാഷകനുമായി ആലുവ സബ് ജയിലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ. തുടർ നടപടികൾ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാത്രം മതിയെന്നും നിലപാട്. ദിലീപ് നിയമോപദേശം തേടിയത് ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ. കേസിന് ആക്കം കൂട്ടി നിർണായക തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ സംഘം. പൾസർ സുനിയുമായി ദിലീപ് പലവട്ടം കൂടിക്കാഴ്ച നടത്തി. കൊല്ലത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുവരും കാണുമ്പോൾ കാവ്യ മാധവൻ ഒപ്പമുണ്ടായിരുന്നതായും അന്വേഷണ സംഘം. തെളിവുകൾക്കായി പോലീസ് ഈ സിനിമയിൽ പ്രവർത്തിച്ചവരുടെ മൊഴിയെടുക്കും. രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിനിടെ കാവ്യ മാധവന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമായ സൂചനയില്ലാതെ പോലീസ്. ഇന്നലെ മണിക്കൂറുകൾ നടത്തിയ ചോദ്യം ചെയ്യലിൽ ആക്രമണത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ലെന്ന് ആലുവ റൂറൽ SP AV ജോർജ്. പൾസർ സുനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കാവ്യ നൽകിയ ഉത്തരങ്ങൾ വിശ്വസനീയമല്ലെന്നും പ്രതികരണം. കേസിൽ കാവ്യയുടെ അമ്മയെയും ചോദ്യം ചെയ്തതായി വിവരം. തറവാട്ട് വീട്ടിൽ നടിയെ ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ സംഘം അമ്മയുടെ മൊഴിയെടുത്തത് രാത്രി വൈകി ഉന്നതതല യോഗത്തിനു മുൻപ്. ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം അവ്യക്തത ബോധ്യപ്പെട്ടാൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം. പിന്തുണ സ്വതന്ത്രന്. സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനായി രാജ്യസഭയിലേക്ക് ആരെന്ന ചോദ്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെ നിലപാട് വ്യക്തമാക്കി CPM കേന്ദ്ര നേതൃത്വം. ബംഗാളിൽ ഒഴിവുവന്ന സീറ്റിൽ പൊതുസ്വതന്ത്രനെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപനം. പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ പരാജയപ്പെട്ടാൽ അന്തിമ തീരുമാനം ബംഗാൾ ഘടകത്തിന് എടുക്കാമെന്നും CPM. 3 ദിവസം നീണ്ട CCയിൽ യെച്ചൂരിയുടെ സ്ഥാനാർത്ഥിത്വം വോട്ടിനിട്ട് തള്ളിയത് കാരാട്ട് പക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന്. വിഭാഗീയതയ്ക്ക് വഴിവെക്കുന്ന തീരുമാനം പാർലമെന്റിലേക്ക് പരമാവധി 2 തവണ എന്ന കീഴ്വഴക്കം യെച്ചൂരിക്കായി മാറ്റേണ്ടതില്ലെന്ന നിലപാട്. യെച്ചൂരിയുടെ രാജ്യസഭാ പ്രവേശത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്നും CC. അതിനിടെ കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായിക്കും സർക്കാരിനുമെതിരെ ഒളിയമ്പുമായി VS. പകർച്ചപ്പനി, മൂന്നാർ, സ്വാശ്രയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതി ഫലപ്രദമായില്ല. സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നു. യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കണോ എന്നതിൽ പാർട്ടിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.